അസ്സലാമലൈക്കും. ഇന്ന് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ റോസ്റ്റ് ചെയ്തപ്പോൾ. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഞണ്ട് എപ്പോഴും കുറച്ച് സുറുക്കി ഉപ്പിട്ടിട്ട് ആ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, എന്നെങ്കിലാണ് അത് നന്നായിട്ട് വൃത്തിയാവുള്ളൂ. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1-1.5 ഇട്ട് കൊടുക്കട്ടെ. ഞാൻ വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ തന്നെ, ഇതിൻ്റെ കളറ് മാറി കിട്ടുന്നത് വരെ തന്നെ നന്നായി വഴറ്റി കൊടുക്കുക. അതിന് ശേഷം വേണമെങ്കിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് തിളച്ച വെള്ളം ഒരു ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കുക. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി ചേർത്തിട്ട് കൊടുക്കുക. എന്നെങ്കിലാണ് ഞണ്ടിൽ ഇതിൻ്റെ മസാല ഒക്കെ പിടിച്ചിട്ട് ഉപ്പും മസാല കുറച്ച് ഉപ്പ് ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പും മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കാരണം കറിയിൽ കൊണ്ടുപോയിട്ട് ഞണ്ട് ഇട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ ഇതിൻ്റെ മീതെ കായൊന്നും പിടിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വെച്ചെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അത്യാവശ്യം വേവുണ്ട് ഞണ്ടിന്, എന്നാലും ഇതിൻ്റെ മീതെ നിൽക്കണ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അത്യാവശ്യത്തിന് എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചാൽ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ആയിട്ട് വേവിക്കണം. എന്നെങ്കിലാണ് ഞണ്ടിന് നല്ലൊരു കറി വെച്ചാലൊക്കെ നല്ല മസാല പിടിച്ചിട്ട് നമുക്കത് കഴിക്കുമ്പോൾ തന്നെ ആ ടേസ്റ്റ് വരുള്ളൂ. അപ്പം നമ്മുടെ ഞണ്ട് ഒരുവിധം 1/4 ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ചിട്ട് വീണ്ടും നോക്കുമ്പോൾ വെന്തിട്ടില്ല. അപ്പം വീണ്ടും മൂടി വെച്ചിട്ട് വീണ്ടും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പാന് വെച്ചിട്ട് ഒരു 4 സവാള ചെറുതാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 മതി. കൂടുതൽ സവാള ആയിട്ടുണ്ട് വെച്ചെങ്കിൽ മതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സവാള കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തന്നെ ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ ഇറച്ചിയിലേക്കൊക്കെ വാട്ടുന്നത് പോലെ നന്നായിട്ട് വാട്ടി കൊടുക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടാനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, അതേപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം. ഞാൻ വലുതാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി. ഞണ്ട് വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴും വെന്തിട്ടില്ല. എന്നിട്ട് അതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ചിട്ട് കൊടുക്കുക. തവ കൊണ്ട് മൂടി വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിട്ടാ അത്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഈ മസാലയിലേക്ക് നമ്മൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. ഞാൻ സാധാ മുളക് പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ചാറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാറ്റ് മസാല എന്ന് പറയുന്നത് പച്ചമല്ലിയും അതേപോലെ തന്നെ ഉണക്കമുളക്, നല്ല ജീരകം, കുരുമുളക്, പെരിഞ്ജീരകമൊക്കെ വറുത്ത് പൊടിച്ച, ചൂടാക്കിയിട്ട് നന്നായിട്ട് വറക്കില്ല, പൊടിച്ച ആ മസാല 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബട്ടറിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ നന്നായി വഴറ്റി കൊടുക്കണം. ഈ ഉള്ളിയും തക്കാളിയൊക്കെ അലിഞ്ഞ് പോണ രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കണം കേട്ടോ. അതിനാണ് നമ്മളിപ്പോൾ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നെങ്കിലാണ് ഇത് നന്നായിട്ട് കരിയാതെ തന്നെ വഴന്ന് കിട്ടുള്ളൂ. അപ്പോൾ നന്നായി വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഈ ചേരുവ നമ്മൾ ഞണ്ടിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതാണ് ഇതിൽ വേണമെങ്കിൽ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ്, ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴന്ന് വരുമ്പോൾ ഈ മസാല നല്ല അലിഞ്ഞ പോലെ തന്നെ ഉള്ളി നന്നായി വേവണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ
ഒഴിച്ചു കൊടുക്കുക. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വിചാരിച്ചാൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഓയിലാണ് എടുക്കണമെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ആണെച്ചെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഞണ്ടിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഞണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കറിക്ക്. ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് പറയണം കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ സവാളൊക്കെ നന്നായി വഴന്ന് വന്നിരിക്കുന്നു. ഇതേ കളറാകുമ്പോഴാണ് ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ സവാള വേവാതെ കിടക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കുറയും. എന്നിട്ട് അതിന് ശേഷം ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പച്ചമുളകും. അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുക്കുക. ഞാൻ തക്കാളി വലുതായ കാരണം ഒന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായി വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വഴന്നിട്ട് അതിൻ്റെ അല്ലിയൊക്കെ നന്നായി വെന്തതിന് ശേഷമാണ് ഈ ചേരുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം. തീ കൂടാൻ പാടില്ല കേട്ടോ. തീ കൂടിയാൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടോ. അപ്പം ഞണ്ടൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചേരുവ ഇട്ട് കൊടുക്കുക. ഞണ്ടിന് അത്യാവശ്യം വേവുണ്ട് കേട്ടോ. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കണം. ആദ്യം തന്നെ വെള്ളത്തിൽ വേവിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് കൊടുക്കണം കേട്ടോ. അതാണ് ഞണ്ടിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച മസാലയിലേക്ക് ഈ ഞണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഞണ്ട് കറി. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ. ഇതിലേക്ക് ഞണ്ടിലേക്കൊക്കെ മസാല പിടിക്കാൻ നല്ല പണിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പെപ്പറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞണ്ട് കറി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മീതെ കുറച്ച് കൂടുതൽ തന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദോശയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. രാത്രികാലത്തെ ചപ്പാത്തി ദോശയിലേക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും.